Good morning, all of you. Mark your attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടോ. All of you mark your attendance. അപ്പൊ നമുക്ക് ഇന്ന് പേജ് നമ്പർ 21 അല്ലേ? Take പേജ് നമ്പർ 21. പറന്നു പറന്നു മൂന്ന് പറഞ്ഞുണ്ട് അല്ലെ? പറന്നു പറന്നു പറന്ന് എന്നാണില്ല അല്ലേ? ഇനി നിങ്ങളൊക്കെ വായിക്കണം. ചിഹ്നങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഇന്ന് മിസ് ഏത് പഠിപ്പിക്കുന്ന അറിയോ? വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മള് എന്ത് പഠിച്ചു? ചിഹ്നങ്ങളും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകും. അടുത്ത പേജ് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് അറിയോ? വ്യഞ്ജനാക്ഷരങ്ങൾ, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ ഇന്ന് പറന്നു പറന്നു പറന്ന് കണ്ടോ നിങ്ങള്? യെസ്, അതിൽ നമ്മൾ കുറെ ബേർഡ്സിനെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ബേർഡ്സ് തന്നെയാണല്ലേ ഇപ്പൊ അതിലുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വൺ എന്ത് പറഞ്ഞു? നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ അല്ലേ? നമ്മുടെ ദേശീയ പക്ഷിയാണ് ഏത്? മയിൽ. മയിലല്ലേ ഫസ്റ്റ് പിക്ചറ്? പീകോക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ മിസ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എല്ലാവരും റെഡിയാണോ? യെസ്. ഓക്കെ, മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ട. ഓക്കെ, അപ്പോ എന്താ ചോദ്യം അറിയോ? നമ്മുടെ സംസ്ഥാന പക്ഷി ഏത്? അതാണ് ചോദ്യം. ആർക്കൊക്കെ അറിയാം? ദേശീയ പക്ഷി മയിലാണ്. നെക്സ്റ്റ്, നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? നമ്മുടെ കേരളത്തിനും ഉണ്ട് ഒരു പക്ഷി അല്ലേ? എന്താണ്? ആദ്യ പോയി കൈ പൊക്കുന്നുണ്ട്. ഏതായാലും എന്താ ആദ്യ? മധു, വെരി ഗുഡ്. വേഴാമ്പൽ അല്ലേ? മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി. ഓക്കെ, അപ്പൊ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ദേശീയ പക്ഷിയായ മയിലിനെയാണ് അവിടെ കാണുന്നത് അല്ലെ? നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? നീന്താൻ കഴിവുള്ള പക്ഷിയാണ് ഏത്? ഡക്ക് അല്ലെ? താറാവ്. ഓക്കെ, നെക്സ്റ്റ്, താറാവിനെ അറിയാലോ? നല്ല വൈറ്റ് കളർ, നല്ല സൂപ്പറായിട്ടാ ഉള്ളത് ഇതിലല്ലേ? വേറെ ഒരു കളറിലും ഉണ്ടാവാറുണ്ട് താറാവ്. നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും. നെക്സ്റ്റ് എന്താണ് അടുത്തത്? അടുത്ത പക്ഷി ഏതാ മക്കളെ? മെഹഫൂസേ, ഏതാണ് അടുത്ത പക്ഷി? അല്ല, തത്തയാണോ? നെക്സ്റ്റ്, അതിന് മുന്നേ കാക്ക അല്ലേ? കാക്ക പരിസരം വൃത്തിയാക്കുന്ന പക്ഷി ഏത്? കാക്ക അല്ലെ? എന്തുകൊണ്ടാ പരിസരം വൃത്തിയാക്കുന്ന പക്ഷി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ മെഹഫൂസേ കാക്കയാണ് പരിസരം വൃത്തിയാക്കുന്നെന്ന് പറയുന്നത്? അറിയോ അൻവിത? ചീത്തകൾ കൊത്തി വലിക്കുന്നതാണ് അല്ലെ? എല്ലാ വേസ്റ്റ് ഒക്കെ കൊത്തി വലിക്കുന്ന ആരാ? കാക്കയാണ് അല്ലെ? അപ്പൊ എന്താവും? പരിസരമൊക്കെ വൃത്തിയാവും. നിങ്ങൾ കേട്ടിനാ? ചീത്തകൾ കൊത്തി വലിക്കും പക്ഷി ഏതാ? കാക്കയാണ് കേട്ടോ. കാക്ക ഏത് കളറിലാ ഉണ്ടാവുക? കറുപ്പ് കളറിലാണ് അല്ലെ? ഓക്കെ, അപ്പോ പരിസരം വൃത്തിയാക്കുന്ന പക്ഷിയാണ് കാക്ക. നെക്സ്റ്റ്, സംസാരിക്കുന്ന പക്ഷി ഏതാണ്? ഡെൽവിൻ? തത്ത. വെരി ഗുഡ്. തത്ത പച്ച നിറത്തിലാണ് ഉള്ളത് അല്ലെ? നല്ല ചുവന്ന കൊക്കുവലായിട്ട് നല്ല ഭംഗിയുള്ള പക്ഷിയാണ് ഇത് തത്ത അല്ലെ? നെക്സ്റ്റ് പക്ഷി ഏതാ ഷഹലേ? സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി ഏതാ? പ്രാവ്. വെരി ഗുഡ് അല്ലേ? പ്രാവ്. നെക്സ്റ്റ് എന്താ അടുത്തതുള്ളത്?
കോഴി അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ സുപരിചിതമായി നമ്മൾ കാണാറുണ്ടാണ് അല്ലെ, എന്ത്, കോഴി. ഓക്കെ, അപ്പൊ അത്രയും അത് ഒരു വളർത്തു പക്ഷിയാണ് അല്ലെ, നമ്മൾ വളർത്തുന്ന പക്ഷിയാണ്. ഓക്കെ, അപ്പൊ അത്രയും ബേർഡ്സിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ അറിയാലോ, നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ, നീന്താൻ കഴിവുള്ള പക്ഷിയാണ് താറാവ്, പരിസരം വൃത്തിയാക്കുന്ന പക്ഷി ഏത്, കാക്ക, സംസാരിക്കുന്ന പക്ഷി തത്ത, സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി പ്രാവ്, ഒരു വളർത്തു പക്ഷി ഏത്, കോഴി. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അറിയോ പക്ഷിനല്ലേ, ഇപ്പൊ മനസ്സിലായോ? യെസ്, വെരി ഗുഡ് ഐവിൻ. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം എഴുതാം. അടുത്ത പേജ് കണ്ടോ? ആ, നമുക്ക് കുറച്ച് പണി വരുന്നുണ്ട് അല്ലേ, എന്ത്, എഴുതാനൂടി നമുക്ക് പഠിക്കണം വ്യഞ്ജനാക്ഷരങ്ങള്. എന്താ അത്? അടുത്ത പേജിൽ എന്താ, മലയാളത്തിലെ ഏത് അക്ഷരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്? വ്യഞ്ജനാക്ഷരങ്ങള്. സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? അവിടെ കണ്ടോ, ഇപ്പുറത്ത് നീലയിൽ എഴുതിയിട്ട് ആദ്യത്തെ ഏതാ സിയ ഫാത്തിമ വ്യഞ്ജനാക്ഷരങ്ങളില്? ക അല്ലെ, ക എന്ന അക്ഷരമാണ്. ക എന്ന അക്ഷരം എങ്ങനെ എഴുതും നമുക്ക് പഠിക്കാം അല്ലെ. അപ്പൊ അതിൽ തുടങ്ങുന്നൊരു ആരുടെ പിക്ചറാ അവിടെ ഉള്ളത്? ആരുടെ പിക്ചറാ ഉള്ളത് റിയാൻ? കരടി. വെരി ഗുഡ്, കരടി, കരടി. അപ്പൊ അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് സ്ലേറ്റ് കൂടി ഇതിന്റെ കൂടെ എടുക്കാം. ആദ്യം നമുക്ക് കരടിയുടെ മുകളില്, അതായത് ഡോട്ട് ഇട്ടിട്ട് കണ്ടോ, അതൊന്ന് ഫില്ല് ചെയ്തേ മക്കള്. കരടി, ഫസ്റ്റ് വൺ കരടി. അപ്പോ ആ ഡോട്ട് ഉള്ളത് ഫില്ല് ചെയ്തേ അഹല്യ, അഹല്യക്കുട്ടി. കരടി കണ്ടോ അവിടെ ആ ഡോട്ട്, അതിന്റെ മുകളിലേ എഴുതിയ മക്കള്, കരടി. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അത് അൻവിത, വെരി ഗുഡ്. അപ്പൊ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാ എന്ത് ചെയ്യണമെന്നറിയോ? ക എന്ന അക്ഷരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ എഴുതണം നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ക, ഇഷാനി, വെരി ഗുഡ്. അപ്പൊ ക എന്ന അക്ഷരം നമുക്ക് പഠിക്കാം. എങ്ങനെ എഴുതും നോക്കാം അല്ലെ നമുക്ക്. ക, ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ എടുത്ത് താഴേക്കെടുത്ത് ഇവിടെ മുട്ടിക്കണം. ഫസ്റ്റ് എങ്ങനെയാ, ഒരു നീളത്തിലുള്ള ഒരു പൂജ്യം അല്ലെ, 0. എന്നിട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് താഴേക്ക്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഇവിടെ മുട്ടിച്ചു, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ക എന്താണ്, എന്താ അക്ഷരം? ക. സേ ആൻഡ് റൈറ്റ്, പറഞ്ഞോണ്ട് എഴുതിയ മക്കള്. ക എന്ന അക്ഷരമാണ് ഇപ്പൊ എഴുതിയത് നമ്മള്. ഇപ്പൊ എങ്ങനെയാ എഴുതണ്ടേ? ഏതൊക്കെയാണ് സ്റ്റെപ്പ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ മുകളിലേക്ക് എടുത്തു, താഴേക്ക് ഒരു നീളത്തിലുള്ള ഒരു പൂജ്യം പോലെ ഇട്ടു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ. കണ്ടോ? വെരി ഗുഡ് റിയാൻ, വെരി ഗുഡ്. എഴുതിയല്ലേ, പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെ എഴുതി? അപ്പൊ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. എഴുതിയോ എല്ലാ മക്കളും? ദാ സിയ ഫാത്തിമ എഴുതി. നെക്സ്റ്റ് ഇഷാനി, ഷാനു, ഡെൽവിൻ എഴുതിയോ? ഫാത്തിമ, മെഹറിൻ, ആദിയ, വൈഗ, ഏബൽ സിൻഡോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതാം. ക എന്ന അക്ഷരം അല്ലെ, വ്യഞ്ജനാക്ഷരങ്ങളില് ഫസ്റ്റ് ലെറ്റർ ക. എഴുതിയോ മക്കളെല്ലാവരും?
അപ്പോ ഇത് എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. എന്താണെന്നറിയോ? അക്ഷരദീപത്തിൽ നമ്മൾ അവിടെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഒരു ഭാഗം അല്ലെ? അതിൽ കാക്ക കാക്ക എഴുതിയില്ലല്ലോ, അത് ഇന്ന് എഴുതണം. ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. അതാണ് ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ക എന്ന അക്ഷരം എല്ലാ മക്കളും എഴുതിയിട്ടുണ്ട് അല്ലെ? കിട്ടിയോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എഴുതാൻ? എഴുതിയല്ലേ? ഏതൻ തോമസ് എഴുതിയിട്ടുണ്ട്, അഭിനവ് എഴുതിയിട്ടുണ്ട്, ഷഹൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ആദിശ്രീ എഴുതണം. ഐവിൻ എഴുതിയോ? ഐവിൻ. ഉമർ ജാഫർ, ഇവാന ബിജു. വെരി ഗുഡ് ഐവിൻ. പിന്നെ ആരാ? റിയാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതിയോ? അൻവിത പ്രജീഷ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ സിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക എന്ന അക്ഷരം നമ്മൾ പഠിച്ചു. ക, കരടി. ക വെച്ചിട്ടുള്ള ഒരു വേർഡും പഠിച്ചു അല്ലെ? ഒരു പദവും പഠിച്ചു. ഓക്കെ, അപ്പോ ക ഈ അക്ഷരത്തിലാണ് കരടി എന്നത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ക, കരടി. അപ്പൊ ടെക്സ്റ്റിലുള്ള ആ കരടി എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ സ്ലേറ്റിൽ ക എന്ന അക്ഷരം പഠിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ ഇന്ന് അക്ഷരദീപത്തിൽ ഞങ്ങൾ ക എന്ന അക്ഷരം എഴുതണേ. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? ക പഠിച്ചോ മക്കളെല്ലാവരും? അടുത്ത എന്താ അതിലുള്ളത് നമ്മുടെ ടെക്സ്റ്റില്? ഖ അല്ലെ? ക, ഖ. രണ്ടാമത്തെ അക്ഷരാണ് ഖ. നഖം. കുറച്ച് കട്ടിയിലാ പറയുന്നത് അല്ലെ? ക, ഫസ്റ്റ് വൺ ക, നെക്സ്റ്റ് ഖ. അപ്പൊ നഖം. കണ്ടോ? ആ നഖം ഒന്ന് ഫില്ല് ചെയ്തേ. ഡോട്ടിലുള്ള നഖം ഒന്ന് ഫില്ല് ചെയ്തേ. എന്താ പറയുക? നഖം. നഖം എവിടെയാ ഉണ്ടാവുക? നമ്മുടെ കൈവിരലിനും കാൽവിരലിനും ഒക്കെ ഉണ്ടല്ലേ നഖം, അറിയാലോ? നഖം. ഖ, നഖം. അത് കുറച്ച് കട്ടിയിൽ പറയുന്നതാണ് കേട്ടോ. നഖം, ഖ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഖ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എങ്ങനെ എഴുതാ നോക്കാം. ഖ കണ്ടോ? അപ്പൊ ഏതാ സ്റ്റെപ്പ്? ഏതൊക്കെയാ? ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചു, നെക്സ്റ്റ് നേരെ വലിച്ചു, മുകളിലോട്ട് കയറ്റി. എന്തൊക്കെയാണ്? ഇങ്ങനെ എടുക്കുക, നെക്സ്റ്റ് നേരെ കയറ്റിയിട്ട് എന്ത് ചെയ്യണം? നേരെ ഒരു വര വരച്ചിട്ട് മുകളിലോട്ട്. ഖ, ഖ. ഉണ്ടോ? 3 സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് അറിയാലോ. റായൽ എഴുതി നമ്മള് എ ചിഹ്നം പഠിച്ചല്ലേ? ഇത് എ ചിഹ്നം അല്ലേ? എന്നിട്ട് ഇങ്ങനെ നേരെ ഒരു വര വരച്ചു, മുകളിലോട്ടും വരച്ചു. ഓക്കെ, ഖ, നഖം. ഖ, നഖം. ഓക്കെ, വെരി ഗുഡ് ഏബൽ. പഠിച്ചോ മക്കളെ? ഖ ആദിയ പഠിച്ചു. ഖ അല്ലേ? എന്താ വായിക്കുക? ഖ, നഖം. ഓക്കെ, അപ്പൊ ക പഠിച്ചു, ഖ. ക, ഖ. 2 അക്ഷരം പഠിച്ചു അല്ലേ അവിടെ നമ്മള്? വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതി നോക്കട്ടെ മിസ്. ഇവിടെ എത്തി. ഏതൻ ജെ മാത്യുക്ക്. വെരി ഗുഡ് ഏതൻ. നെക്സ്റ്റ് ആരൊക്കെയാ പഠിച്ചേ? ഇവിടെ അൻവിത ഖ എഴുതി. ഐവിൻ ജോസഫ് എഴുതിയിട്ടുണ്ട് ഖ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇവാന. ഇവാനയുടെ മിസ് കണ്ടില്ല കേട്ടോ എഴുതിയത്. ഇവാന ബിജു വേഗം എഴുതി. കാഖ 2 അക്ഷരം എഴുതിയേ എല്ലാ മക്കളും. ഇവിടെ ഉമർ ജാഫർ എഴുതിയിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് ആദിശ്രീ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ രണ്ടാമത്തെ എന്താ? ഖ, നഖം. ഖ, നഖം. ആദ്യത്തെ ക, കരടി. രണ്ടാമത്തെ ഖ. നമുക്കിത് സിമ്പിൾ അല്ലേ മക്കള്? പഠിച്ച അക്ഷരല്ലേ ഇത്? എ ചിഹ്നം. പിന്നെ ഇവിടുന്ന് നീട്ടി മുകളിലോട്ട് അല്ലേ? താഴോട്ടല്ല ഇട്ടത്, ഇതിന്റെ മുകളിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഖ പഠിച്ചു അല്ലേ? ഇനി എന്താ നമുക്ക് പഠിക്കേണ്ടത്? അടുത്ത അക്ഷരം എന്താ ഉള്ളത്? ക വായിക്കാം എഴുതാം എന്നുള്ളതില് ആദ്യത്തെ ക, കരടി.
ഖ നഖം. നെക്സ്റ്റ് ഗ. കാഖ ഗഖ ഗ പഠിച്ചു അൻവിതയും. വെരി ഗുഡ്. അപ്പൊ ഗ ഗദ. മൂന്നാമത്തെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഗ ഗദ. ഗദ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗ പറയുമ്പം ഈസി ആയിട്ടാ പറയണ്ടേ കേട്ടോ. ഗ കട്ടിയിലൊന്നും പറയണ്ട. ഗ. അപ്പൊ ക ഖ ഗ. മൂന്നക്ഷരം അല്ലെ? അപ്പൊ മിസ് എങ്ങനെയാ ഗ എഴുതണ്ടേന്ന് കാണിച്ചു കേട്ടോ. ഒരുപാട് ആവുന്നുണ്ടോ മക്കൾക്ക്? ദാ ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ വളച്ചെടുത്ത് താഴോട്ട്. ഇതാണ് ഗ. ഗദ. ഗദ കണ്ടോ നിങ്ങളെ? ഗദ. പിക്ചറില് മൂന്നാമത്തെ എന്താ? ഗദ. പറഞ്ഞോണ്ട് എഴുതണം കേട്ടോ. ഗ ഗദ. ക കരടി. ഖ നഖം. ഗ ഗദ. ഗാക്ക് അത്ര ശക്തിയൊന്നും വേണ്ട അല്ലെ പറയാൻ? ഗദ. വെരി ഗുഡ്. റിയാൻ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഗ എഴുതണ്ടേ? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു ഇങ്ങോട്ട് വളച്ചു അല്ലെ? യു എഴുതുന്ന പോലെ ഇംഗ്ലീഷില്. എന്നിട്ടോ താഴോട്ട് വരച്ചു. അപ്പൊ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ യു എഴുതി അല്ലെ? പിന്നെ താഴോട്ട് വളച്ചു. ഗ ഗ. അപ്പൊ ഗ ഗദ. മൂന്നക്ഷരങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ക ഖ ഗ. ക കരടി. ഖ നഖം. ഗ ഗദ. ഗ ഗദ. പഠിച്ചോ ശകലേ? ശകല് കൊറേ എഴുതുന്ന കാണുന്നുണ്ടല്ലോ. അത് നോക്കി എഴുതിയെന്ന് തോന്നുന്നു. ആ ഡോട്ട് ഫില്ല് ചെയ്തോ കേട്ടോ. അപ്പൊ ഗദ പഠിച്ചു എല്ലാവരും? ഗ എഴുതാൻ പഠിച്ചോ? മൂന്നാമത്തെ അക്ഷരം നോക്കട്ടെ. എല്ലാവരും ക ഖ ഗ പഠിച്ചോ? വെരി ഗുഡ്. ആദ്യ പഠിച്ചു, ഏബൽസിൻഡോ പഠിച്ചു. നെക്സ്റ്റ് ആരൊക്കെ എഴുതി നോക്കട്ടെ. ഖ ഗ ഖ ങ എത്തി. ഷാനി ഷാനു അല്ല അല്ലേ? നെക്സ്റ്റ് വൈഗ പഠിച്ചു. ഇവിടെ മുഹമ്മദ് ഷാസിൽ പഠിച്ചു. വെരി ഗുഡ്. സിയ ഫാത്തിമ പഠിച്ചു. നീറ്റിൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ ഗ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതൻ തോമസ് എഴുതിയിട്ടുണ്ട്. ഷഹൽ വെരി ഗുഡ്. ഷഹൽ മുഴുവൻ എഴുതിയല്ലേ ഷഹലെ? നെക്സ്റ്റ് ഐവിൻ ജോസഫ് പഠിച്ചു. അവിടെ ഡെൽവിൻ പഠിച്ചു. വിദ്യുദ്രാം ഇല്ലേ? വിദ്യുദ്രാമേ ഒന്ന് വീഡിയോ ഓണാക്കിയ മോനെ. അഭിനവ് പഠിച്ചിട്ടുണ്ട്. വിദ്യുദ്രാം എവിടെയാ? വിദ്യുദ്രാമേ എവിടെയാ പോയത് കറങ്ങാൻ? എഴുതാൻ പഠിക്കണേ. ക ഖ ഗ പഠിച്ചു നമ്മളിന്ന് 3 ലെറ്റർ വ്യഞ്ജനാക്ഷരങ്ങളില്. യെസ്. ഓക്കെ. അമ്പലത്തിൽ പോയി അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് വൺ ഏതാ നോക്കിയേ? 4ാമത്തെ അക്ഷരം നോക്കാം. വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതുന്നുണ്ട് അല്ലേ? മെഹഫൂസേ എഴുതിയോ? മെഹഫൂസേ എഴുതുന്നില്ല തോന്നല്ലോ. മെഹഫൂസ് കണ്ടില്ലല്ലോ. വേഗം എഴുതി കാണിച്ചേ മിസ്സിനെ. ക ഖ ഗ. റിയാനൊക്കെ എഴുതി. വെരി ഗുഡ്. അപ്പൊ ക കരടി. ഖ നഖം. ഗ ഗദ. ഗ ഗദ. ഇനി നമുക്ക് 4ാമത്തെ അക്ഷരം ഖ. കുറച്ചുകൂടി കട്ടിയുണ്ട് അല്ലെ? മേഘം ഘടികാരം എന്നൊക്കെ പറയുന്നത് ഈ ഖയാണ് 4ാമത്തെ അല്ലേ? ഖ ഘടികാരം. അപ്പൊ അത് ഫില്ല് ചെയ്തേ മക്കള്. ഘടികാരം. എന്താണ് ഈ ഘടികാരം? എന്താണ് ഉമർ ജാഫറെ ഘടികാരം? ഓക്കെ. നമ്മള് ക്ലോക്ക് അല്ലേ? അതിനെയാ പറയുന്നതാണ്. ക്ലോക്കിനെ മലയാളത്തിൽ പറയുന്നത് ഘടികാരം. ഘടികാരം അല്ലേ? ഖ എങ്ങനെ എഴുതും നമുക്ക് നോക്കാം അല്ലേ? ഖ ഘടികാരം. ഡോട്ട് ഫില്ല് ചെയ്യേ.
കുറച്ചധികം ഉണ്ട്. ഇഷാനി വെരി ഗുഡ്. നീറ്റിൽ എഴുതുന്നുണ്ട് അല്ലേ? വെരി ഗുഡ്. വ്യഞ്ജനാക്ഷരങ്ങൾ ഓൾറെഡി എല്ലാരും പഠിച്ചു തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇത് കളയുന്നുണ്ട് മിസ്സേ. ഈ നാലാമത്തെ നമ്മള് ഘടികാരം എന്നില്ല കായാണ് പഠിക്കുന്നത്. ഘടികാരം എങ്ങനെയാ നോക്കിയേ? കായ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്തു, നേരെ എടുത്തു മുകളിലോട്ട്. എഴുതി അത്ര ഭംഗിയായില്ല കണ്ടോ? മോളിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ. വേഗം വേഗം എഴുതാതെ മിസ്സിന് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, എഴുതി നോക്കിയേ. നേരെ എഴുതി നോക്കാലോ നമുക്ക്. ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ വളച്ചെടുത്ത് താഴേക്ക് കൊണ്ടുപോയി. ലാ എഴുതുമ്പോൾ ഉണ്ടാവും പിന്നെ ഇവിടെ ഉണ്ടോ? ലാ എഴുതും പോലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എടുത്ത് ലാ എഴുതും പോലെ പിന്നെ മിസ് എഴുതിയൊരു വൃത്തിയായില്ല. ഇത് ഇത്ര നീളം വേണ്ട അല്ലെ? നമുക്ക് നോക്കാം. വൃത്തി എഴുതുമ്പോ എങ്ങനെയാ? ഇത്ര എടുത്തു, ഇങ്ങനെ എടുത്ത്, ഇങ്ങനെ. ഘടികാരം. ഘടികാരം എന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ആഹാ, നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. മിസ് എഴുതിയനെ കാണും. റിയാനല്ലോ അല്ലേ? റിയാൻ, നിഷാനി, ഷഹല എഴുതി. ഷഹലെ, ഉമർ ജാഫർ. ഓക്കെ, വെരി ഗുഡ്. മക്കള് മിസ്സിനെ കാണി നല്ല നീറ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ? സിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. മെഹബൂസ് ഒന്നും എഴുതുന്നില്ല തോന്നല്ലോ. ഫാത്തിമ മെഹറിൻ, ഏദൻ തോമസ്, ആദിയ മധു, വെരി ഗുഡ്. വൈഗ, ഏബൽ സിൻഡോ, അഭിനവ്, വെരി ഗുഡ്. എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, അഹല്യ, ഏദൻ ജെ മാത്യു, മുഹമ്മദ് ഷാസിൽ അവിടെ ഫില്ല് ചെയ്തു അല്ലേ? നെക്സ്റ്റ് ഇവിടെ അൻവിത, ഐവിൻ ജോസഫ്, അബ്ദുൽ ബാസിത്ത്. അടുത്തത് എബിൻ ബിജു, ഇവാന ബിജു, ആദിശ്രീ, വിദ്യുദ്രാം. ഓക്കെ, ഇപ്പൊ എല്ലാ മക്കളും എഴുതാൻ പഠിച്ചു. അത് ലാസ്റ്റ് വേണം. ആ പേജിൽ എന്താ നോക്കിയേ? അപ്പോ ക ഖ ഗ ഖ ങ അല്ലേ? ക കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ അല്ലെ? തേങ്ങ ഉണ്ടോ അവിടെ? ആ തേങ്ങ എന്നുള്ളത് ഫില്ല് ചെയ്തേ മക്കള്. ഡോട്ട്. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ങായാണ്. അല്ലെ? എങ്ങനെ എഴുതേണ്ടത് നോക്കിയേ. നമ്മൾ ആദ്യം ചിഹ്നം പോലെ എഴുതി, പിന്നെ അതിന്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ. ഇപ്പൊ എത്ര സ്റ്റെപ്പായി? ഇവിടുന്ന് ഇങ്ങനെ വെച്ചു, ആദ്യത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ മുകളിലെ തന്നെയാണ്, അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ദാ എഴുതും പോലെ ഉണ്ടോ? ഇത് രണ്ടും കൂടെ ചേർന്ന എന്തായി? ങായായി അല്ലേ? അപ്പൊ ഇതിങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ. ഓക്കെ, ഇത് ചേർത്ത് എഴുതുന്നതാണ്. ഇതാ ഇത് എഴുതി അതിന്റെ മുകളിലെ തന്നെ ഓക്കെ, വെരി ഗുഡ്. ഇവിടെ കാക്ക കാക്ക മുഴുവൻ എഴുതിയല്ലേ ആൻവിതൊക്കെ. ഇവാനയുടെ സ്ലേറ്റ് മിസ് കണ്ടില്ലല്ലോ. സ്ലേറ്റ് കയ്യിലില്ലേ? എഴുതുന്നില്ല? വെർ ഇസ് യുവർ സ്ലേറ്റ്?
ആ വിദ്യുദ്രാം വീട്ടിലെത്തിയല്ലേ, വെരി ഗുഡ്. ഫസ്റ്റ് മുതൽ ഒന്ന് എഴുതിയ മോനെ. ക ഖ ഗ ഘ ങ. ഖ ഖ ഗ ഘ എഴുതിയേ. അപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളില് ആദ്യത്തെ 5 പഠിച്ചു അല്ലെ, കാ വെച്ചിട്ടുള്ളത്. ഖ ഖ ഗ ഘ ങ. ക കരടി, ഖ നഖം. വായിച്ച എല്ലാവരും മിസ്സിന്റെ കൂടെ. ക കരടി, ക കരടി. ഉറക്കെ വായിച്ച എല്ലാവരും. ക കരടി, ഖ നഖം, നഖം. ഗ ഗദ, ഗ ഗദ. ഖ ഘടികാരം, ഘടികാരം. എന്തേ ഹല്യ, ഘടികാരം. ങ തേങ്ങ. ങ ഇപ്പുറം കൂട്ടക്ഷരം ങ്ങയാണില്ല കേട്ടോ, തേങ്ങ എന്നുള്ളടുത്ത് കുഴപ്പമില്ല, നിങ്ങൾ അതുപോലെ എഴുതിക്കോട്ടോ. അപ്പൊ ങ തേങ്ങ. മക്കളെല്ലാവരും പഠിച്ചോ അതുവരെ വായിക്കാൻ? സിയ ഫാത്തിമ ഒന്ന് വായിച്ച. സിയ ഫാത്തിമ ആ പേജ് ഫുള്ള്. അപ്പൊ കാക്ക ഗാക്കാങ്ങയാണ് ഇന്ന് നമ്മുടെ അക്ഷരദീപം ബുക്കിലെ ഹോംവർക്ക്. ഓക്കെ, എല്ലാവരും ആ ഹോംവർക്ക് എഴുതിയിടണേ. അതുപോലെ തന്നെ നമ്മുടെ 2 ലൈൻ ബുക്കിലും കാക്ക ഗാക്കാങ്ങ എഴുതണം, വ്യഞ്ജനാക്ഷരങ്ങള്. സിയ ഫാത്തിമ ഉറക്കെ വായിച്ചേ. ആ ഗദ. അടുത്തത് ഖ, ഘടികാരം. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് മെഹഫൂസ് ഒന്ന് വായിച്ചേ. മെഹഫൂസേ, മെഹഫൂസ് പ്ലീസ് അൺമ്യൂട്ട്. എഴുതിയല്ലേ വിദ്യുദ്രാമേ, വെരി ഗുഡ്. സ്വന്തം എഴുതിയല്ലേ, നല്ല വൃത്തി എഴുതേ. കരടി, നഖം, ഗദ, ഘടികാരം. റിയാൻ നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ടല്ലോ. ഘടികാരം, ഘടികാരം, തേങ്ങ. തേങ്ങ. ഓക്കെ മെഹഫൂസേ, കേൾക്കുന്നില്ല അല്ലെ? വൈഗ, വെരി ഗുഡ്. എല്ലാരും എഴുതി കഖ ഗഖ. പറഞ്ഞുകൊണ്ടിരിക്കണേ, പറയാൻ പഠിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഫാത്തിമ മെഹറിൻ ഒന്ന് വായിച്ചേ. കരടി, നഖം, ഗദ, ഘടികാരം. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഏബൽ സിൻഡോ. കരടി, നഖം. സിമ്പിൾ ആയി പറഞ്ഞ ഗദ, ഘടികാരം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റിയാൻ. കരടി, നഖം, ഗദ, ഘടികാരം. ഓക്കെ, വെരി ഗുഡ്. തേങ്ങ. നെക്സ്റ്റ് വൈഗ.
കരടി ഉം. നഖം ഉം. ഗതി ഗദ. ആ ഘടികാരം. ആ തേങ്ങ തേങ്ങ. വെരി ഗുഡ്. കൊറേ കുട്ടി ടീച്ചർമാരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു മിസ് അന്ന് അല്ലേ? സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കൊറേ പേര്. നെക്സ്റ്റ് ആദിയ മധു. ആദി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഓക്കെ, ആദിയ വായിച്ചോ. കരടി ആ ഉം. നഖം. ഉം. ഗദ. ഉം. ഖ. ഘടികാരം. ങ. ങ തേങ്ങ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷഹൽ. കരടി ഉം. നഖം ആ ആ ഗദം ഗദ. ഉം. ഗദ. ഉം. ഗടിയാരം ഉം. തേങ്ങ ആ തേങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽസിന്റെ വായിച്ചു അല്ലെ? ഓക്കെ, ഓർഡർ ഇച്ചല്ലോ ഇപ്പൊ. ഐവിൻ ജോസഫ്. കരടി ഉം. നഖം ഉം. ഗ. ഗ. ആ വായിച്ചോ. ഉം. ആ ഗദ. ഗദ. ഉം. ഉം. തേങ്ങ. വെരി ഗുഡ്. കൃത്യമായിട്ട് വായിച്ചില്ലേ? ആ വൃത്തിയായിട്ട് വായിച്ചു. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഉമർ ജാഫർ. കരടി ഉം. നഖം ഉം. ഗദ ആ ഘടികാരം ഉം. തേങ്ങ. ആ വെരി ഗുഡ്. ങ തേങ്ങ. നെക്സ്റ്റ് ഇഷാനി ഷാനു. കരടി ഉം. നഖം ഗദ ഖ. ഉം. ഘടികാരം തേങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഡെൽവിൻ ബിജു. കരടി ഉം. നഖം ഉം. നഖം ഗദം. ഗദ. ഉം. ഗദം ഗദമല്ല ഗദ. ഗദ ഉം. ഘടികാരം. ഘടികാരം ഉം. തേങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു. കരടി ഉം. നഖം ഉം. ഗദ ഘടികാരം തേങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഷാസിൽ. ആ വെരി ഗുഡ്. ഓക്കെ, ഇതിലെഴുതിയല്ലേ? ആ വെരി. ഉം. നഖം ഉം. ഉം. ഗദ ഉം. ഉം. ഘടികാരം ഉം. തേങ്ങ.
ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, ഇനി അടുത്ത നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ വായിക്കാം കേട്ടോ. ഓക്കെ, ആദിശ്രീണ്ട് മിസ് കാണുന്നുണ്ട് കേട്ടോ, കുറേ പേരുണ്ട് അത്രേ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞു. അൻവിതി ഉണ്ട്, ആദിശ്രീ ഉണ്ട് വായിക്കാൻ. നെക്സ്റ്റ് ആരാ? ഏബൽ സിന്ധു ഉണ്ട്. ഇവിടെ വേറെ ആരാ? വിദ്യുദ്രാം ഉണ്ട്. ആദിയാമത് വായിച്ചോ? ഏതൻ തോമസ് ഉണ്ട് അല്ലേ? അഹല്യ വായിക്കാനുണ്ടെന്ന് തോന്നുന്നു. അബ്ദുൽ ബാസിത്ത് ഉണ്ട് അല്ലേ? ഓക്കെ, അഭിനവ് ഉണ്ട്. എല്ലാരും മിസ് അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം. വൈകുന്നേരത്തെ ക്ലാസ് കയറുന്ന എല്ലാ മക്കളുവേ. ഓക്കെ, ബൈ, സി യു. ഓക്കെ, പിന്നെ ആരൊക്കെയുണ്ട്? വിദ്യുദ്രാം ഉണ്ട്. ഓക്കെ, വെൽക്കം. വൈഗ, ഏതൻ ജെ മാത്യു, അഭിനവ്, ഉമർ ജാഫർ, ഇഷാനി ഷാനു, അൻവിത പ്രജീഷ്, മുഹമ്മദ് ഷാസിൽ, റിയാൻ ടി പി, ഏതൻ തോമസ്, അഹല്യ, ഡെൽവിൻ ബിജു, ഐവിൻ ജോസഫ്, ഫാത്തിമ മെഹറിൻ, ആദിശ്രീ, ഏബൽ സിൻഡോ, അബ്ദുൽ ബാസിദ്, ഷഹൽ, ആദിയ മധു.